പ്രിയ വിദ്യാർത്ഥികളെ, സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്കായി കൈറ്റ് വിക്ടേഴ്സ് നടത്തുന്ന ക്ലാസ്സുകൾ അതിൻ്റെ ക്രമീകരണം കുട്ടികൾക്ക് സമ്മർദ്ദമുണ്ടാകാത്ത രീതിയിൽ ആണെന്നും അതിൻ്റെ ക്ലാസ്സുകളുടെ എണ്ണം പരിമിതപ്പെടുത്താനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ വിശദ വിവരങ്ങളാണ് പറയുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് മറ്റുള്ളവരെയൊക്കെ ഷെയർ ചെയ്യുക. വിദ്യാഭ്യാസ വാർത്തകളൊക്കെ എനിക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കാണും. ഓൾ പ്രസ് ചെയ്താൽ തുടർന്ന് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കും. ഒരു സന്തോഷ വാർത്തയാണ്. ഡിസംബർ 18 മുതൽ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ നടക്കുന്ന ദിവസങ്ങളിൽ രണ്ടാം വർഷക്കാർക്ക് ഈ സംപ്രേഷണം ഉണ്ടായിരിക്കില്ല, അവർക്ക് ക്ലാസ് ഇല്ല. അതോടൊപ്പം തന്നെ 10ാം ക്ലാസ്സുകാർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. ഡിസംബർ 24 മുതൽ 27 വരെയുള്ള ദിവസങ്ങളിൽ അവർക്കും കൈറ്റ് വിക്ടേഴ്സ് നടത്തുന്ന ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. അതോടൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങളും. ജനുവരി ആദ്യ വാരത്തോടെ പകുതിയോളം വിഷയങ്ങളുടെ ക്ലാസ്സുകൾ പൂർത്തിയാകും എന്നാണ് ഇപ്പം അറിയാൻ കഴിയുന്നത്. 12ാം ക്ലാസ്സിലെ ചില ശാസ്ത്ര വിഷയങ്ങൾക്ക് കൂടുതൽ സമയം ആവശ്യമായി വന്നേക്കാം. അതോടൊപ്പം തന്നെ ഒരു കുട്ടിക്ക് ഒരു ദിവസം പരമാവധി 2.5 മണിക്കൂർ എന്ന അപൂർവം ദിവസങ്ങളിൽ 3 മണിക്കൂർ വരെ ക്ലാസ്സുകളാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ ക്ലാസ്സുകളുടെയും പുനഃസംപ്രേഷണത്തോടൊപ്പം പിന്നീട് കാണാനായി ഫസ്റ്റ് ബെൽ പോർട്ടലിലും, അതായത് firstbell.kite.kerala.gov.in ലഭ്യമാക്കുന്നുണ്ട്. കുട്ടികൾക്ക് സമ്മർദ്ദം ഉണ്ടാകാത്ത രീതിയിൽ തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ബെൽ ക്ലാസ്സുകൾ മാത്രം കണ്ട് കുട്ടി പരീക്ഷ എഴുതുക എന്ന ലക്ഷ്യത്തോടെ അല്ല സംപ്രേഷണം നടത്തുന്നത്. നിലവിൽ അധ്യാപകർ നൽകുന്ന തത്സമയ പിന്തുണകൾക്ക് പുറമെ കുട്ടികൾ സ്കൂളിൽ വന്ന് നേരിട്ട് അധ്യാപകർ ക്ലാസ്സുകൾ നൽകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ഫസ്റ്റ് ബെൽ ക്ലാസ്സുകൾ ആരംഭിച്ചത്. എന്നാൽ പൊതുപരീക്ഷയ്ക്ക് പ്രാധാന്യമുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ക്ലാസ്സുകൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് 10ാം ക്ലാസ്സിനും 12ാം ക്ലാസ്സിനും കൂടുതൽ സമയം വേണ്ടി വന്നിരിക്കുന്നത്. ജനുവരി പകുതിയോടുകൂടി മിക്കവാറും വിഷയങ്ങളുടെയൊക്കെ ക്ലാസ്സുകൾ അവസാനിക്കും. 12ാം ക്ലാസ്സിനും കുറച്ച് വിഷയങ്ങൾ കുറച്ചുകൂടെ നീളും. അതോടെ 10ാം ക്ലാസ്സിനും കുറച്ച് നീളാൻ സാധ്യതയുണ്ട്. എന്നാലും പൊതുപരീക്ഷയുള്ള വിഷയങ്ങൾ കൂടുതൽ സമയക്രമം അനുസരിച്ച് കുട്ടികൾക്ക് സമ്മർദ്ദമുണ്ടാകാത്ത രീതിയിൽ അവർക്ക് പിന്നീട് കാണത്തക്ക രീതിയിലുള്ള സംവിധാനമാണ് ഒരുക്കുന്നത്. എന്തായാലും 18 മുതൽ ക്രിസ്മസ് കഴിയുന്നതിന് വരെയെങ്കിലും +2 കുട്ടികൾക്ക് കാണാൻ സാധ്യതയില്ല. +1 ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ നടക്കുന്ന കാലഘട്ടങ്ങളിൽ 10ാം ക്ലാസ്സിലും 24 മുതൽ 27 വരെയുള്ള ദിവസങ്ങളിൽ ഈ ക്ലാസ്സുകൾ കാണില്ല എന്നുള്ള സന്തോഷ വാർത്തയാണ്. ഇതുപോലെയുള്ള വിദ്യാഭ്യാസ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ബെൽ ബട്ടൺ കാണും. ഓൾ പ്രസ് ചെയ്താൽ തുടർന്ന് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന വീഡിയോസൊക്കെ അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.